ഫേസ്ബുക്ക്, വാട്സപ്പ്, സിനിമ, പാട്ട്, ഗാനമേള എല്ലാം കേട്ട് ആസ്വദിക്കുമ്പോ പണ്ട് കാലത്തൊക്കെ പാട്ടുപോലും ഖബറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാ. ഇന്നല്ലേ നമ്മൾ മാറിപ്പോയത് പാട്ടുപോലും വ്യഭിചാരമാ. നീ ചിരിച്ചാനന്ദഴകാ മാരിവില്ലിന്നേരഴകാ പിണങ്ങി നിന്നാൽ പൊന്നുകുടമേ എന്റെ ഉള്ളിൽ സങ്കടമാ. 17 നിറഞ്ഞ പെണ്ണിന്റെ മാംസഭാഗത്ത് നോക്കിയിട്ട് പ്രേമത്തിന്റെ കാമത്തിന്റെ പേക്കൂട്ടുകൾ പറയുന്ന, പ്രേമിക്കാൻ അറിയാത്തവനെ പോലും മനസ്സിന് പ്രണയമെന്ന വികാരമുണ്ടാക്കി മാതാപിതാക്കൾ വളർത്തുന്ന മക്കളെ വഴിപടപ്പിക്കുന്ന വഷളൻ പാട്ടുകളുമായി സാഹിത്യലോകം നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ പൊന്നുമോനെ കവിതകൾ പോലും മരണത്തെ കുറിച്ചായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖബറെന്നു കേട്ടാൽ കണ്ടാലുടനുമാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാരാ. പാതിരാ സമയത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം തലവാ ഉസ്താദിന്റെ മവാഹിബുൽ ജലീലെടുത്തിട്ട് ഖബറിനെ കുറിച്ച് പറയുന്ന, മരണത്തെ കുറിച്ച് പറയുന്ന 2 വരിപ്പാടിയാലും മോനെ പിന്നെ നീ ജീവിതത്തിൽ വഴിതെറ്റില്ലടാ. കാസർഗോഡ് പ്രാന്തപ്രദേശത്തുള്ള എന്റെ ചെറുപ്പക്കാരോട് കൊല്ലത്തെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ മർഹൂം തലവാ ഉസ്താദ് എഴുതിത്തന്ന ഈരടികൾ എത്രയാ. ഇന്ന് പാട്ടുകൾ പ്രണയമെന്ന് പറയുന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരം കൊണ്ട് ചോദ്യമുണ്ട്. പെണ്ണിനെയും ആണിനെയും പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന അവസാന ശരീരത്തിന്റെ സമർപ്പണമായി മാറുന്നതുകൊണ്ട് തലവാ ഉസ്താദിന്റെ തൂലികയെ നിങ്ങൾ ഓർക്കുന്നു. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടനുവാ വിട്ടു നീ കരയേണ്ടതാ. ഓത്താളുറക്കം വരുമോ? കടീമെങ്കിൽ നിശാനിസ്കാരം കിടന്ന് ഭക്ഷണം കിടന്നിട്ട് ഒരു കുടുംബം ഉറങ്ങാൻ പോകുമ്പോ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തി ആ സമയത്ത് ഐഡിയാസിംഗർ കാണലല്ല, റിയാലിറ്റി ഷോകൾ കാണലല്ല, കാന്താരി ഉപ്പും മുളകും കാണലല്ല. പാതിരാ സമയത്ത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഭാര്യ മക്കളെ വിളിച്ചിരുത്തിയുണ്ട്. അൽ മവാഹിബുൽ ജലീലെടുത്തിട്ട് ഖബറിനെ കുറിച്ചിട്ടൊന്ന് പാടുമോ? നിന്റെ സുന്ദരമായ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിന്റെ മക്കളെ കൊണ്ടൊന്ന് പാടിപ്പിക്കുമോ? നിന്റെ പെൺമക്കളെ കൊണ്ടൊന്ന് ആ വീടിന്റെ ഉള്ളിൽ പാടിപ്പിക്കുമോ? മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസ്മാനാ. മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ആർക്കാ മനസ്സിലെത്തി പാടാൻ കഴിയുക? കണ്ണ് നിറയാതെ ആർക്കാ പറയാൻ കഴിയ? ഭൂമത്തയില്ല, വിധാനിക്കപ്പെട്ട ധൂളികളില്ല, 6 അടി മണ്ണിന് ഞെരിഞ്ഞുമെന്ന് കിടക്കേണ്ട ഒരു ദിവസത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അശ്ലീലത്തിനോടും ആഭാസത്തിനോടും വിട പറഞ്ഞ് അല്ലാഹുവിന്റെ ആത്മീയ ലോകത്തെ കുറിച്ച് പറഞ്ഞു തരുന്ന സ്മൃതികളുമായി ജീവിതം മാറ്റണേ. ഗുണംകുടി മസ്താൻ എന്ന് പറയുന്നൊരു മഹാകവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പാടിയതാ, അത്തക പുത്തക 4 കാല് അവന് താനെ നടക്കിലോ 2 കാല്, ഉച്ചി വെളുക്കിലോ 3 കാല് അവൻ ഊരുക്കു പോകിലോ 10 കാല്. ആധുനിക തലമുറയുടെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിന്റെ മാനസിക പരിവർത്തനത്തിന്റെ പ്രതിധ്വനി ഉണ്ടാവോ? ഒരിക്കൽ കൂടി പഴമയിലേക്ക് തിരിഞ്ഞു നടക്കുക. പഴമയാണ് നമ്മുടെ പുതുമ. പുതുമയുടെ നടുവിൽ പഴമയെ വലിച്ചെറിയരുത്.